ശിവയോട് സംസാരിച്ച് തിരികെ റൂമിലേക്ക് നടക്കുകയായിരുന്നു ത്രിലോക്. സാവിത്രിയമ്മയുടെ റൂം എത്തിയപ്പോൾ പെട്ടെന്നൊന്നു നിന്നു. എന്തോ ഓർത്തുകൊണ്ടവൻ അടഞ്ഞുകിടന്ന ആ വാതിൽ തുറക്കാനായി കൈ ഉയർത്തുമ്പോഴാണ് അകത്തു നിന്നുള്ള സംസാരം ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു നിമിഷം അവൻ ഉയർത്തിയ കൈ മെല്ലെ താഴ്ത്തി. ഇതൊക്കെ അവനോട് പറഞ്ഞാൽ അവൻ വിശ്വസിക്കുമെന്ന് തോന്നണുണ്ടോ? ഇല്ല, അവനെന്നല്ല, കേൾക്കുന്നവർ ഒക്കെ പുച്ഛിച്ചു തള്ളും. എന്നാലും എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു പരീക്ഷണം എന്നെക്കൊണ്ട് താങ്ങില്ല. രണ്ടും എൻ്റെ പൊന്നുമക്കളല്ലേ? നിറകണ്ണുകളോടെ കണ്ണിൽ കൈവച്ച് നോവോടെ സാവിത്രിയമ്മ അത് പറയുമ്പോൾ വാര്യർക്ക് മറുപടിയില്ലായിരുന്നു. ഞാൻ പറയണത് ഒന്ന് കേൾക്കൂ. മേപ്പാട്ട് പോയി തിരുമേനിയെ ഒന്നുകൂടെ കാണൂ. പ്രശ്നപരിഹാരം എന്തെങ്കിലും പറയാതെ ഇരിക്കില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ വിധി വരാൻ പാടില്ല. എൻ്റെ സാവിത്രി, നീ ആദ്യം ഒന്ന് സമാധാനായിരിക്കുക. ഇവിടെ ഇപ്പോൾ ദോഷം ശിവമോക്കല്ല, നന്ദൂട്ടനാണ്. അവന്റെ ജാതകദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവണത്. അതിന് പരിഹാരമില്ല. ഉണ്ടാച്ചാ തിരുമേനി അത് പറയാതെ ഇരിക്കുമെന്ന് തോന്നണുണ്ടോ നിനക്ക്? വാര്യരുടെ വാക്കുകളിൽ അല്പം അമർഷം നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ പുറത്തുനിന്ന് ഇതൊക്കെ കേട്ട ത്രിലോകിൽ എന്തെന്നില്ലാത്ത സംശയമായിരുന്നു. അവൻ ഒരു നിമിഷം പോലും കളയാതെ വേഗത്തിൽ അകത്തേക്ക് കയറി. പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നവനെ കണ്ട് അവർ ഇരുവരിലും ഒരു ഞെട്ടലുളവായി. എന്തെങ്കിലും അവൻ കേട്ട് കാണുമോ എന്ന ആവലാതി കൂടെ സാവിത്രിയമ്മയുടെ മുഖത്തു നിറഞ്ഞു. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത്? എനിക്ക് എന്ത് ദോഷം ഉണ്ടെന്നാണ് മുത്തശ്ശൻ മുന്നേ പറഞ്ഞത്? എന്തെങ്കിലും കള്ളം പറഞ്ഞ് എന്നെ ഒഴിവാക്കാം എന്ന് കരുതണ്ട. എനിക്ക് അറിയണമല്ല. പറയ് മുത്തശ്ശി, എന്താ ഉണ്ടായത്? പറയാൻ. ദേഷ്യം നിറച്ച് അവനത് കേൾക്കുമ്പോൾ സാവിത്രിയമ്മ സങ്കടത്തോടെ തന്റെ ഭർത്താവിനെ ഒന്ന് നോക്കി. എല്ലാം നീ അറിഞ്ഞിരിക്കണത് നല്ലത് തന്നെയാ. ഇന്ന് ഞാൻ മേപ്പാട്ട് തിരുമേനിയെ കൊണ്ട് നിന്റെയും ശിവമോളുടെയും ജാതകം നോക്കിയിരുന്നു. പൊരുത്തമൊക്കെ ഉത്തമമാണ്. പക്ഷേ നിന്റെ ജാതകത്തിൽ കുറച്ചധികം ദോഷങ്ങൾ കാണുന്നുണ്ട്. വാര്യർ അത് പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ ത്രിലോക് അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി. അത് കണ്ട് അവർ ഇരുവരും അവനെ ഒരു സംശയത്തോടെ നോക്കി. ഈ ഫൂളിഷ്നെസ്സിനാണോ നിങ്ങൾ ഇങ്ങനെ ആവലാതിപ്പെടുന്നത്? എന്റെ മുത്തശ്ശ, ഇതൊക്കെ അനാവശ്യമായ അന്ധവിശ്വാസമാണ്. ഇതിലൊന്നിലും എനിക്കൊരു വിശ്വാസവുമില്ല. വിശ്വാസമാകാം, പക്ഷേ അന്ധവിശ്വാസമാകരുത്. അല്പം ദേഷ്യത്തോടെയാണ് അവൻ അത് പറഞ്ഞത്. ഞങ്ങൾ ഊഹിച്ചു നിന്റെ മറുപടി ഇങ്ങനെ ആകുമെന്ന്. അത് തെറ്റിയില്ല. അതാ നിന്നോട് പറയാൻ തോന്നാതിരുന്നതും. പക്ഷേ പൂർണ്ണമായും ചിരിച്ചു തള്ളണ്ട നീ. നിന്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു നോക്കിയേ അവരുടെ അനുഭവം എന്തൊക്കെയാണെന്ന്. തെറ്റിയിട്ടില്ല ഇന്നേ വരെ ഒന്ന്. ഇതിപ്പോ നിനക്കല്ല ദോഷം സംഭവിക്കാൻ പോണത്. നിന്റെ ആദ്യ താലി അണിയുന്നവൾക്കും അവളിൽ നിന്ന് പിറവികൊള്ളുന്ന നിന്റെ കുഞ്ഞിനുമാണ്. ജീവഹാനിയാണ് ഇരുവരിലും കാത്തിരിക്കുന്നത്. തെറ്റില്ല മോനെ ഈ പ്രവചനം. തെറ്റിയ ചരിത്രമില്ല. കടുകട്ടിയാർന്ന ആ സ്വരത്തിന് വല്ലാത്തൊരു ഉറപ്പായിരുന്നു. എന്നാൽ ത്രിലോകിന്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഒരു വേള ഉള്ളിൽ വന്നത് പവിയുടെയും അവൾക്കുള്ളിൽ തുടിക്കുന്ന തന്റെ കുഞ്ഞിന്റെയും രൂപമാണ്. അകാരണമായൊരു ഭയം തന്റെ ഹൃദയത്തെ പിടികൂടുന്നതായി തോന്നി അവന്. സംശയം തോന്നണുണ്ടല്ലേ നിനക്ക്? നന്ദൂട്ട, തിരുമേനി പറഞ്ഞത് വെച്ച് ആദ്യ വേളി നിനക്ക് വാഴില്ല, അതിൽ ജനിക്കുന്ന കുഞ്ഞും. പക്ഷേ നിനക്കായി പിറന്നവളുടെ കഴുത്തിലാകും നീ രണ്ടാമത് താലി ചാർത്തുന്നത്. അവളാണ് നിന്റെ വേളിയും. ഇതിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് വാര്യർ കിടക്കയിലേക്ക് ഇരിക്കുമ്പോൾ ത്രിലോക് മെല്ലെ തിരിഞ്ഞു നടന്നു. ഇതിലിപ്പോ എന്ത് ഡിസിഷനാണ് നീ എടുത്തത്? പവിയെ ഉപേക്ഷിക്കാനാണോ നിന്റെ തീരുമാനം? നവീൻ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വാക്കുകളിൽ സംശയം കലർത്തി ചോദിക്കുമ്പോൾ കാർത്തിക്കും അതേ സംശയം തന്നെയായിരുന്നു. നോ നെവർ. പവിയെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല നവീൻ. എന്റെ ജീവനാണ് അവൾക്കുള്ളിലുള്ളത്. ഞാനെന്നാൽ അവൾക്ക് ജീവനാണ്. കഴിയില്ല എനിക്ക് അവളെ വേണ്ടാന്ന് വെക്കാൻ. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? കാർത്തി അവനോടായി ചോദിച്ചു. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമേ ഇപ്പോൾ എന്റെ മുന്നിലുള്ളൂ. എന്റെ ആദ്യ താലി മറ്റൊരുവളുടെ കഴുത്തിൽ വീഴണം. മുന്നിലെ കുറ്റാക്കൂരിരുട്ടിലേക്ക് മിഴികൾ പായിച്ചുകൊണ്ടവൻ പറയുമ്പോൾ ഞെട്ടലായിരുന്നു നവീനും കാർത്തിക്കും. നവീൻ എന്തോ പറയാൻ വന്നതും കാർത്തി വേഗം അവനെ തടഞ്ഞുകൊണ്ട് ത്രിലോകിനെ തനിക്ക് മുന്നിലേക്ക് തിരിച്ചു നിർത്തി. ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് ആദ്യ താലി അണിയാനുള്ള പെണ്ണിനെയും നീ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആ കണ്ണുകൾ തന്നെ ദൃഷ്ടി ഊന്നി ഗൗരവം ചാലിച്ചുകൊണ്ട് കാർത്തി ചോദിക്കുമ്പോൾ ത്രിലോക് അലസമായെന്നു മൂളി. ആരാ ആ പെണ്ണ്? ശിവതയാകും അല്ലേടാ? അങ്ങേയറ്റം പുച്ഛം നിറഞ്ഞ ആ വാക്കുകൾക്ക് മുന്നിൽ ത്രിലോക് അന്ന് ആദ്യമായി ഒന്ന് പതറി. എന്നാൽ നവീനിൽ തീർത്തും ഞെട്ടലായിരുന്നു. കാർത്തി, നീ എന്തൊക്കെയായി പറയുന്നത്? ശിവതയോ? അവൻ വിശ്വാസം വരാത്ത പോലെ ചോദിച്ചു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ ഇവനോട് ചോദിച്ചു നോക്ക്. ഈ മനുഷ്യക്കുരുതിക്ക് ഇവൻ കണ്ടുപിടിച്ചത് അവളെയാണോ അല്ലയോ എന്ന്. കാർത്തി ദേഷ്യം കൊണ്ട് അലറുമ്പോൾ നവീന്റെ കണ്ണുകൾ ത്രിലോകിന്റെ നേർക്ക് ചലിച്ചു. അതെ, ഞാൻ ആദ്യം താലിയണിക്കാൻ പോകുന്നത് ശിവതയുടെ കഴുത്തിലാണ്. ആരെയും കൂസാതെ ലാഘവത്തോടെ അവൻ അത് പറയുമ്പോൾ കാർത്തി കലിയോടെ അടുത്ത് കണ്ട ചുവരിൽ ആഞ്ഞടിച്ചു.
ഈ കാര്യത്തിൽ ആരും എന്നോട് പ്രതിഷേധം കാണിക്കണ്ട. ത്രിലോക് ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കൂ. അവർ ഇരുവരെയും രൂക്ഷമായെന്ന് നോക്കിക്കൊണ്ടവൻ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ നവീന്റെ കണ്ണുകൾ അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരാതെ ഒടുവിൽ ശിവ കിടക്കയിലായി എഴുന്നേറ്റിരുന്നു. ഇരു കാലിലും മുഖം പൂഴ്ത്തി നിമിഷങ്ങളോളം ഇരിക്കുമ്പോഴാണ് പുറത്തെ വാതിൽ മുട്ട് കേൾക്കുന്നത്. ഒരു നിമിഷം ശിവയുടെ ശ്രദ്ധ അവിടേക്കായി. കുട്ടിയെ, ഇത് ഞാനാ, വാതിൽ തുറക്കാ. ഒരു മുട്ടിനൊപ്പം സാവിത്രി അമ്മയുടെ ശബ്ദം കൂടെ ആയതും അവൾ വേഗത്തിൽ പിടഞ്ഞെഴുന്നേറ്റു. ശേഷം വേഗം പോയി ഡോർ തുറന്നു. എന്താ മുത്തശ്ശി, എന്തേലും വയ്യായി ഉണ്ടോ? വാതിൽ തുറന്നപാടെ തനിക്കരികിലേക്ക് പാഞ്ഞു വന്ന് നേരിയ ആദിയോടെ ഉള്ള ആ ചോദ്യം കേൾക്കെ സാവിത്രി അമ്മയുടെ ഉള്ളൊന്നു പിടഞ്ഞു. ഒട്ടും കളങ്കമില്ലാത്ത തൻ്റെ കുട്ടി. ആരുടെയും മനസ്സ് നോവിക്കാൻ അറിയില്ല. പകരം സ്വയം എല്ലാം ഏറ്റുവാങ്ങാൻ മാത്രമേ അറിയൂ. അത്രയും സാധു. ഈ ഇട്ടാവട്ടത്ത് ഒന്നും അറിയിക്കാതെ വളർത്തുമ്പോൾ അറിഞ്ഞിരുന്നില്ല എല്ലാത്തിൽ നിന്ന് വിട്ടുമാറി ഇത്രയേറെ ഒതുങ്ങിപ്പോകുമെന്ന്. അത്രമേൽ ഹൃദയവേദനയോടെ അവർ ഓർത്തുപോയി. ഇതാ മുത്തശ്ശി, ഒന്നും പറയാത്തത്, എന്തേലും വയ്യായിക ഉണ്ടോന്ന്? ശിവയുടെ വീണ്ടും കേട്ട ശബ്ദമാണ് അവരെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഒന്നുമില്ല എൻ്റെ കുഞ്ഞെ, ദേ ധ്രുവൻ മോൻ നിന്നെ കൂട്ടാൻ വന്നിട്ടുണ്ട്. വേഗം പോകാൻ നോക്കിയേ. ഇനി ഇവിടെ ആരും കാണേണ്ട നിങ്ങൾ പോകുന്നത്. വേഗം ആയിക്കോട്ടെ. അത്രയും പറഞ്ഞ് അവർ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ ശിവ വേഗം അവരുടെ കയ്യിൽ പിടിച്ചു നിർത്തി. എന്താ കുട്ടിയെ? അവർ നേരിയ സംശയത്തോടെ ചോദിച്ചു. ഞാൻ പോണില്ല മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞോളൂ, ഞാൻ വരണില്ലാന്ന്. അവരിൽ നിന്ന് മുഖം താഴ്ത്തി അവൾ ശബ്ദമടക്കി പറയുമ്പോൾ സാവിത്രിയമ്മ അവളുടെ താഴ്ന്നിരിക്കുന്ന മുഖം മെല്ലെ പിടിച്ചു. എന്തേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എൻ്റെ കുട്ടിയെ? അത് കേൾക്കെ അവൾ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ഇല്ല എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു. പിന്നെന്തേ? സാധാരണ അവൻ കൂട്ടാൻ വന്നില്ലെങ്കിൽ പാതിരാത്രിയെന്ന് പോലും നോക്കാതെ അവനെ വിളിച്ചു വരുത്തുന്നവളല്ലേ നീ? അവരുടെ ആ ചോദ്യത്തിന് അവളുടെ പക്കൽ മറുപടി ഏതുമേ ഉണ്ടായിരുന്നില്ല. ശരി, ഇനി അതിന് കണ്ണു നിറയ്ക്കണ്ട. ഞാൻ പറയാം അവനോട്. കുട്ടി പോയി കിടന്നോളൂ. അത് കേട്ട് ഒന്നും മൂളി. സാവിത്രിയമ്മ അവളെ ഒരിക്കൽ കൂടെ ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ ശിവ നിറകണ്ണുകളോടെ ആ ചുവരിലേക്ക് ചാരി നിന്നു. ഇന്നത്തെ ത്രിലോകിന്റെ വാക്കുകൾ ഓർക്കുന്തോളും അവളുടെ കണ്ണുകൾ നിറഞ്ഞു, കൂടുതൽ നിറഞ്ഞു. അവയെ പുറത്തേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടവൾ കണ്ണുകൾ അടച്ച് ചുവരിലേക്ക് തലചായ്ച്ചു നിന്നു. നിമിഷങ്ങളും വ്യത്യാസത്തിൽ ആരോ വിരൽ ഞൊടിക്കും പോലെ തോന്നിയതും ശിവ ഞെട്ടലോടെ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിൽ നിൽക്കുന്ന ത്രിലോകിനെ കണ്ട് അവളുടെ മുഖം താഴ്ന്നുപോയി. അപ്പോ ഞാൻ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ അറിയാമല്ലേ? ഗുഡ് ഗേൾ. ഇങ്ങനെ വേണം ഇനി അങ്ങോട്ട് എന്ന് മനസ്സിലായോ? അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ച് ശബ്ദം താഴ്ത്തി പറയുമ്പോൾ ശിവ വിറയലോടെ അവനെ മുഖമുയർത്തി നോക്കി. കരിമഷി പടർന്ന അവളുടെ വിടർന്ന കണ്ണുകളിലായി അവന്റെ മിഴികൾ വന്ന് ഉടക്കി നിൽക്കുമ്പോൾ ഒരു വേള അവ ചിമ്മാൻ പോലും മറന്നുപോയി. സ്വയബോധം വീണ്ടെടുത്തത് ആദ്യം അവളായിരുന്നു. വേഗം അവനിൽ നിന്ന് മാറാൻ ശ്രമിക്കവേ ത്രിലോക് അവൾക്ക് ഇരുവശവും അവന്റെ കൈകൾ കൊണ്ട് തടസ്സം തീർത്തു. അവന്റെ ആ പ്രവൃത്തിയിൽ ശിവ ഞെട്ടാതെ ഇരുന്നില്ല. ഭയത്തോടെ അവളുടെ കണ്ണുകളൊന്ന് ചുറ്റും പാഞ്ഞു. നോക്കണ്ട, ഇവിടെ എങ്ങും ആരുമില്ല. അത് നോക്കി തന്നെയാ ഞാൻ വന്നതും. തിളക്കത്തോടെയുള്ള ആ കണ്ണുകൾക്കും വാക്കുകൾക്കും മുന്നിൽ ശിവ ഒന്ന് കുടുങ്ങി. തെറ്റിദ്ധരിക്കേണ്ട, ആരുമില്ലാത്ത നേരം നോക്കി കാമുകിയെ കാണാൻ വരുന്ന പൈങ്കിളി നായകന്റെ സീനല്ല ഇത്. നായികയെ തേടിയെത്തിയ വില്ലന്റെ റോൾ തന്നെ. നായകൻ അവനാണെങ്കിൽ ഈ ത്രിലോക് പിന്നെ വില്ലനല്ലേ? വഴങ്ങുന്നത് നല്ല കട്ട ഹീറോയിസവും. അവളുടെ പിടപ്പോടെ തെന്നി നീങ്ങുന്ന മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ അവൻ പറയുമ്പോൾ അവന്റെ ഓരോ വാക്കുകളിലും തറഞ്ഞു നിന്നു അവൾ. ഞാൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്നാവും താനിപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ? ഒന്നുമില്ലടോ, ചെറിയൊരു ഫണ്ണായി കണ്ടാൽ മതി ഇതൊക്കെ. ശിവ പൊയ്ക്കോ, പോയി കിടന്ന് സുഖമായി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ കണ്ണു ചിമ്മി പറയുമ്പോൾ ശിവയിൽ നിറഞ്ഞത് ഞെട്ടലായിരുന്നു. ഇന്ന് വരെ അവനിൽ അവൾ കാണാത്ത പുതുഭാവമായിരുന്നു അത്. എങ്കിലും കൂടുതൽ സമയം അവിടെ നിൽക്കാനുള്ള ഭയം കൊണ്ടവൾ വേഗത്തിൽ റൂമിനകത്തേക്ക് കയറി ഡോറടച്ചു. എന്നാൽ അത്രയും നേരം ശാന്തതയോടെ നിന്നിരുന്ന ത്രിലോകിൽ പെട്ടെന്നായിരുന്നു ഭാവമാറ്റം സംഭവിച്ചത്. മുഖത്തെ ചിരി മാഞ്ഞ് അവിടെ മറ്റെന്തൊക്കെയോ ഭാവം നിറയുമ്പോൾ അവൻ തന്റെ കണ്ണുകൾ ഒന്ന് അടച്ചു തുറന്നു. ഈ റോൾ അങ്ങ് തകർത്ത് അഭിനയിക്കാനാ ത്രിലോകിന്റെ ഇനിയുള്ള ശ്രമം മുഴുവൻ. പക്ഷേ അതിൽ നീറുന്നത് നീയാവും ശിവ, നീ മാത്രം. ബട്ട് അതൊന്നും എന്നെ ബാധിക്കുന്നതേ അല്ല. എന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുവാൻ ഏതു വഴിയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കൗശലത്തോടെ അവന്റെ ചുണ്ടുകൾ മൊഴിയുമ്പോൾ കണ്ണുകൾ കൂടുതൽ തിളങ്ങി. അതിരാവിലെ ഉണർന്ന ശിവ കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് തൊഴുത ശേഷം തന്റെ പണികളിലേക്ക് കടന്നു. തലേന്ന് വിനീത പറഞ്ഞതുപോലെ അവൾ ആ അടുക്കള വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കൂട്ടാക്കിയില്ല എന്നതാണ് സത്യം. അതോടൊപ്പം എന്തുകൊണ്ടോ ത്രിലോകിന്റെ മുന്നിലേക്ക് പോകാനുള്ള മടിയും. അതുകൊണ്ട് തന്നെ അവളായി അതിനു മുതിർന്നില്ല.
രാവിലെയുള്ള കാപ്പികുടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഓരോ വഴിക്ക് പിരിഞ്ഞ ശേഷമാണ് ശിവ പുറത്തേക്കിറങ്ങിയത്. അതോടൊപ്പം ആ സമയം കൊണ്ടവൾ ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡിയാക്കുകയും ചെയ്തു. അടുക്കള വിട്ടാൽ പിന്നാമ്പുറവും തൊടിയുമാണ് ഇപ്പോൾ അവളുടെ ലോകം. ഇടയ്ക്കൊക്കെ പണിക്ക് വരുന്നവരോട് ചെറു വിശേഷങ്ങൾ പറഞ്ഞ് ഇരിക്കാറുമുണ്ട്. തൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികളിൽ പോലും സന്തോഷം കണ്ടെത്തുന്നതാണ് ശിവദ എന്ന പെണ്ണിന്റെ നിഷ്കളങ്കത. ഉച്ചയ്ക്ക് എല്ലാവരും കഴിച്ച ശേഷം തനിക്കായുള്ള ഭക്ഷണവും കൊണ്ടവൾ എന്നത്തെയും പോലെ പുറത്തെ ആട്ടുകളിലായി ഇരുന്നു. കൂടെ അവളുടെ കുറിഞ്ഞിയും മക്കളുമുണ്ട്. ഒന്നിച്ചിരുന്നാണ് നാലാളും ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ കുട്ടിയെ, നിന്റെ ഈ ശീലമൊക്കെ ഇനി ഇന്നാ ഒന്ന് മാറ്റണത്. അകത്തിരുന്ന് കഴിക്കാൻ അറിയില്ലേ നിനക്ക്? എപ്പോഴും ഈ മൂലയിൽ വന്ന് ഒതുങ്ങിക്കൂടണമെന്നെന്താ ഇത്ര നിർബന്ധം? സാവിത്രിയമ്മയുടെ കർക്കശം നിറഞ്ഞ സ്വരമാണ് കുറിഞ്ഞിയിൽ നിന്ന് മിഴികൾ മാറ്റാൻ ശിവയെ പ്രേരിപ്പിച്ചത്. അവൾ വേഗം ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. സാരമല്ല മുത്തശ്ശി, ഞാനിവിടെ. അവൾ എന്തോ പറഞ്ഞു തുടങ്ങിയതും അവർ അവളെ കൈ ഉയർത്തി തടഞ്ഞു. ആരും നമുക്കൊന്നും കൊണ്ട് തരില്ല. നമ്മുടെ അവകാശം നമ്മൾ തന്നെ നേടിയെടുക്കണം. അവിടെയാണ് മിടുക്ക്. ഇല്ലാച്ചാൽ എത്രയൊക്കെ അവകാശമുണ്ടെങ്കിലും ഇതുപോലെ കഴിയേണ്ടി വരും. ശിവ ഇന്നുവരെ കാണാത്തൊരു ഭാവത്തിലായിരുന്നു സാവിത്രിയമ്മയുടെ ആ വാക്കുകൾ. ഒരു വേള അവൾ അവരെ തന്നെ നോക്കി നിന്നുപോയി. സാവിത്രിയമ്മ പോയതിൽ പിന്നെ എന്തൊക്കെയോ ആലോചിച്ച് ഒരേ ഇരിപ്പായിരുന്നു ശിവ. ഇടയ്ക്കൊന്ന് കുറിഞ്ഞുപെണ്ണിന്റെ മൂളിക്കരച്ചിലാണ് അവളെ ഉണർത്തിയത്. തന്റെ കയ്യിലേക്കും ചോറിരിക്കുന്ന പാത്രത്തിലേക്കും ഒന്ന് നോക്കിക്കൊണ്ടവൾ ദീർഘമായെന്ന് നിശ്വസിച്ചുകൊണ്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ച ശേഷം അവൾ മെല്ലെ പുറത്തേക്കിറങ്ങി. മോളെ, അപ്രതീക്ഷിതമായി കേട്ട ആ വിളിയിൽ ശിവ കണ്ണും മിഴിച്ച് ചുറ്റും നോക്കി. എന്നാൽ മുന്നിൽ നിൽക്കുന്ന പവിയെ കണ്ട് അവളിൽ ഞെട്ടലാണ് ഉണർന്നത്. അതോടൊപ്പം തനിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊന്ന് അവൾ തിരിഞ്ഞു നോക്കി. നോക്കേണ്ട മോളെ, ഞാൻ തന്നെയാ, ഇങ്ങു വായോ. തന്നെ തന്നെയാണ് എന്ന് മനസ്സിലായതും ശിവ അല്പം മടിയോടെയും ഭയത്തോടെയും അവൾക്കരികിലേക്ക് നടന്നു. എന്താടാ, ചേച്ചിയെ കണ്ടിട്ടും അടുത്തേക്ക് വരാത്തത്? വന്നിട്ട് നീ എന്നെ ഒന്ന് തിരക്കിയത് പോലും ഇല്ലാലോ. എന്തേ, ദേഷ്യമാണോ എന്നോട്? വാത്സല്യം നിറഞ്ഞ വാക്കുകൾക്കൊപ്പം നേർമയായി അവളുടെ കവിളിൽ ഒന്ന് തലോടി പവി. എന്നാൽ ശിവ ആകെ മറ്റൊരു ലോകത്തായിരുന്നു. അറിവ് വച്ചതിൽ പിന്നെ ഈ നിമിഷം വരെ തന്നെ സ്നേഹത്തോടെ ഒന്ന് നോക്കുകയോ ഒരു വാക്ക് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് തരം കിട്ടുമ്പോഴൊക്കെ നോവിക്കാറാണ് പതിവ്. അത് വാക്കുകൾ കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും കണക്കാണ്. ആ ആളിൽ നിന്നാണ് ഇന്ന് ഇങ്ങനെയൊരു പെരുമാറ്റം. എന്തുകൊണ്ടോ ശിവയ്ക്ക് അവളുടെ ഈ പെരുമാറ്റം വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. ത്രിലോകിന്റെ ഭാവമാറ്റത്തോടൊപ്പം ഇതുകൂടെ ആയതും എന്തൊക്കെയോ പൊരുത്തക്കേടായി തോന്നി അവൾക്ക്. വാ, ഒരുപാട് സംസാരിക്കാനുണ്ട് നിന്നോട്. വായോ പെണ്ണെ, നോക്കി നിൽക്കാതെ. ശിവയ്ക്ക് ഒന്ന് ചിന്തിക്കാൻ കഴിയും മുന്നേ പവി അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് വിനീത എങ്ങു നിന്നോ പാഞ്ഞു വന്നത്. പവി, നീ എന്തായി കാട്ടണേ? ആ അസത്തിന്റെ കയ്യിൽ നിന്ന് വിടുന്നുണ്ടോ? നിഴൽ വീണാൽ തന്നെ ശകുനമാണെന്ന് അറിയില്ലേ നിനക്ക്? ഇങ്ങോട്ട് മാറി നിൽക്ക്. അത് പറയുന്നതിൻ്റെ ഒപ്പം വിനീത അതിശക്തമായി തന്നെ പവിയുടെ കൈകൾ ശിവയിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് ശിവയെ പുറകിലേക്ക് തള്ളി മാറ്റി. പിറകിലേക്ക് വേച്ചുപോയ അവൾ കട്ടളപ്പടിയിലായി ചെന്നിടിച്ചു നിന്നു. അമ്മ എന്തായി കാണിക്കുന്നത്? അവൾ എൻ്റെ അനിയത്തിയല്ലേ? അനിയത്തി എന്നല്ല, നിന്റെ ജീവിതം നശിപ്പിക്കാൻ നടക്കുന്ന പിശാച് എന്ന് വേണം വിളിക്കാൻ. എൻ്റെ പൊന്നുമോളെ, ഈ കണ്ണീരൊക്കെ വെറും അടവാണ് ഇവളുടെ. ആളെ മയക്കാനുള്ള അവളുടെ വെറുമൊരു തന്ത്രം. നെഞ്ചിലേക്ക് തുളഞ്ഞു കയറുന്ന ആ വാക്കുകളുടെ ആഘാതത്തിൽ ഹൃദയം പോലും നുറുങ്ങുന്നതായി തോന്നി ശിവയ്ക്ക്. തൻ്റെ കണ്ണുനീർ അവരിൽ നിന്ന് മറയ്ക്കാനെന്നോണം അവൾ മുഖം താഴ്ത്തി നിന്നു. അമ്മേ. പക്ഷേ ശിവ, വേണ്ട, നീ ഒന്നും പറയണ്ട. ഇങ്ങ് വന്നേ, അമ്മ പറയട്ടെ. പവിയെ ഒന്നും പറയാൻ സമ്മതിക്കാതെ വിനീത അവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അകന്നു പോകുന്ന അവരുടെ കാലൊച്ച കേൾക്കാമായിരുന്നു ശിവയ്ക്ക്. കുട്ടിയെ, വിളക്ക് വയ്ക്കണില്ലേ നീ? സമയം ഒരുപാടായിട്ടോ. കുളി കഴിഞ്ഞ് പിറകുവശം വഴി അകത്തേക്ക് കടക്കുമ്പോഴാണ് ഉമ്മറത്തു നിന്നുള്ള സാവിത്രിയമ്മയുടെ സ്ഥിരം പല്ലവി ശിവയെ തേടിയെത്തുന്നത്. മുത്തശ്ശി, ഞാൻ ദേ പോവാ. അതും വിളിച്ചു പറഞ്ഞുകൊണ്ടവൾ തലയിൽ ചുറ്റിക്കെട്ടിയിരുന്ന തോർത്തഴിച്ചു മാറ്റി അയയിലായി വിരിച്ചിട്ടു. ശേഷം ഉടക്ക് കളഞ്ഞ് മുടി ഇഴ ചേർത്ത് പിന്നിയിട്ടുകൊണ്ട് ഉമ്മറത്തേക്ക് വന്ന് കുടത്തിൽ നിന്ന് അല്പം ഭസ്മമെടുത്ത് തൊട്ടു. സൈഡിലെ പലകയിലിരുന്ന എണ്ണയും തിരിയുമെടുത്ത് അവൾ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി. സൂക്ഷിച്ചു പോകൂട്ടോ, ഇരുട്ടായി തുടങ്ങി. പുറകിൽ നിന്ന് സാവിത്രിയമ്മ അത് പറയുമ്പോൾ ശിവ ഒന്ന് തലയാട്ടിക്കൊണ്ട് മെല്ലെ മുന്നോട്ട് നടന്നു. ശിവ, പെട്ടെന്നാണ് അകത്തുനിന്ന് ത്രിലോക് വേഗത്തിൽ ഓടി പുറത്തേക്ക് വന്നത്. അവന്റെ പിൻവളിയിൽ ശിവ ഒരു നിമിഷം വിറയലോടെ തിരിഞ്ഞു നോക്കാതെ നിന്നുപോയി. ഞാനുമുണ്ട് കൂടെ. അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ അതും പറഞ്ഞ് നടക്കാനൊരുങ്ങുമ്പോഴാണ് അതിവേഗത്തിൽ ഒരു കാർ മുറ്റത്തു വന്ന് നിന്നത്. ഒരു വേള എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ആദ്യം ശേഷം പിറകിലായി അഭിയും ഇഷയും ഇറങ്ങി. ഏട്ടാ. ഇഷ വേഗത്തിൽ ഓടി വന്ന് ത്രിലോകിനെ പുണരുമ്പോൾ അവനും അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് അവനരികിൽ നിൽക്കുന്ന ശിവയെ ഇഷ കാണുന്നത്. പെട്ടെന്ന് അവളുടെ മുഖം ഒന്ന് മാറി. ഏട്ടൻ എന്താ ഇവളുടെ കൂടെ?
ശിവയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഇഷ തൻ്റെ ഏട്ടനോടായി ചോദിച്ചു. ഞാൻ കാവിലേക്ക് പോവുക, വന്നിട്ട് സംസാരിക്കാം. ശിവ വാ. ഇഷയോട് അതും പറഞ്ഞ് ത്രിലോക് മുന്നോട്ട് നടന്നിട്ടും ശിവ അതേ നിൽപ്പായിരുന്നു. ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിയ ത്രിലോക് കാണുന്നത് ഇതാണ്. ഒരു വേള അനങ്ങാതെ നിൽക്കുന്ന ശിവയെ കണ്ട് അവനിൽ എന്തെന്നില്ലാത്ത ദേഷ്യം ഇരച്ചു കയറി. അവൾക്കരികിലേക്ക് പാഞ്ഞു വന്ന് ആ കൈയും പിടിച്ച് വലിച്ച് അവൻ മുന്നോട്ട് നടന്നു. ഇവിടെ എന്തായി നടക്കുന്നത്? ഇഷ ആരോടെന്നില്ലാതെ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ അവൾക്കുള്ള മറുപടി പറഞ്ഞത് ആദിയായിരുന്നു. ആ പോകുന്നത് ത്രിലോക്നാഥ് ആയതുകൊണ്ടും ആർക്കും ഒന്നും പ്രവചിക്കാൻ കഴിയില്ല ഇഷ. സോ കണ്ടു തന്നെ അറിയുന്നതാകും ബെറ്റർ. ശിവയുടെ കൈയും പിടിച്ച് ദൂരേക്ക് നടന്നകലുന്ന ത്രിലോകിൽ മിഴികൾ ഉറപ്പിച്ച് ആദി അത് പറയുമ്പോൾ അഭിയും അതിനോട് യോജിക്കും പോലൊന്നും മൂളി. എന്നാൽ ഇതിനൊക്കെ സാക്ഷിയായി മുകളിലെ ബാൽക്കണിയിൽ നിന്നിരുന്നവളുടെ കണ്ണിലെരിഞ്ഞത് അഗ്നിയായിരുന്നു. ആരൊക്കെയോ എരിഞ്ഞടങ്ങാനുള്ള പകയിൽ കുരുത്ത അഗ്നി.